നമസ്കാരം. ഭാര്യയെ പേടിച്ച് പണം മോഷ്ടിക്കാനിറങ്ങിയ റിജോയുടെ ചെയ്ത്തിൽ പെട്ടുപോയത് സത്യത്തിൽ ആ ഭാര്യയും മക്കളുമാണ് എന്ന് തന്നെ പറയണം. അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം ഇപ്പോൾ സ്കൂളിൽ പോലും ആ മക്കൾക്ക് കഴിയാത്ത വിധമായിരിക്കുകയാണ്. വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റും നടക്കുന്ന ബഹളങ്ങളും എല്ലാമായി ആകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ. കുവൈത്തിൽ നഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിൽ. ഇതെല്ലാം തന്നെ റിജോയുടെ കുരുട്ടുബുദ്ധി ചെയ്തു വെച്ചതാണ്, വരുത്തി വെച്ചതാണ്. പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി അയൽവാസിയായ റിജോ ആന്റണിയാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. കോവിഡ് കാലത്ത് ഗൾഫിൽ ജോലിക്ക് പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി. ജോലി പോയെന്ന് വെച്ച ആർഭാടത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. സുഹൃത്തുക്കളുമൊത്ത് സ്ഥിരം മദ്യപാന പരിപാടികളാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കമ്പനി കൂടുക ഒരു പതിവുമാണ്. ഗൾഫിൽ നഴ്സായിട്ടുള്ള ഭാര്യയുടെ ചെലവിലായിരുന്നു റിജോ ഈ ആർഭാടങ്ങൾ അത്രയും നടത്തിക്കൊണ്ടിരുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഇതറിയാം. എന്നാൽ കുവൈത്തിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഭാര്യ അയക്കുന്ന പണത്തിന്റെ 4 ഇരട്ടിയെങ്കിലും കടമെടുത്തും ചെലവാക്കി റിജോ. മറ്റുള്ളവർ കടം കൊടുക്കുന്നതും റിജോയെ കണ്ടല്ല. കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന, അതായത് ഗൾഫ് നാട്ടിൽ പോയി എല്ലുമുറിയെ പണിയെടുക്കുന്ന ആ ഭാര്യയെ കണ്ടിട്ട് തന്നെയാണ്. ഗൾഫിൽ നിന്ന് അവർ മുടങ്ങാതെ പണം അയക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു അവരെല്ലാം പണം കടം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടുമെന്ന് പലരും പ്രതീക്ഷിക്കും. വരുന്ന ഏപ്രിലിൽ അവർ അവധിക്ക് എത്താനിരിക്കെ അതിനു മുൻപേ ഈ കടമെല്ലാം തീർക്കണം. അതിനു വേണ്ടിയാണ് റിജോ ഈ ചെയ്ത്തെല്ലാം ചെയ്തത്. ഏതാണ്ട് 49 ലക്ഷം കടമുണ്ട് എന്നതാണ് പോലീസിനോട് ഏറ്റവും ഒടുവിൽ റിജോ പറഞ്ഞിരിക്കുന്നത്. ഈ കടം വാങ്ങി ചെലവഴിച്ച തുകക്കൊന്നും ഭാര്യയോട് കണക്ക് പറയാനുള്ള കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതിലും എളുപ്പം കവർച്ചയാണെന്ന് തന്നെ റിജോ കണക്ക് കൂട്ടുകയും ചെയ്തു. ഇതാണ് ഒടുവിൽ ഈ അവസ്ഥയിൽ റിജോയെ എത്തിച്ചതും. പോലീസ് വിളിപ്പിച്ചാൽ അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരാനും അവർ തയ്യാറായേക്കില്ല എന്നതാണ് സൂചന. ഭർത്താവിന്റെ അതിബുദ്ധി കാരണമുണ്ടായ മാനക്കേടിലാണ് അവർ. അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുമുണ്ട്. സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ മക്കളുള്ളത്. 2.5 വർഷം മുമ്പാണ് റിജോ എൻ്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. എപ്പോഴും ജോളിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്, കുഴപ്പമുള്ള വ്യക്തിയെ അല്ലായിരുന്നു. റിജോ വിദേശത്തായിരുന്നു. കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് വന്നത്. എല്ലാവരുമായും കമ്പനിയായി പോകുന്നയാളാണ്. എന്തെങ്കിലും പരിപാടിക്ക് വന്നാൽ ആദ്യ അവസാനം റിജോ ഉണ്ടാകും. അത്രമാത്രം സഹകരണമായിരുന്നു. പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിലുണ്ടാകും. ആരെ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്താണ് റിജോ താമസിക്കുന്നത്. 200 മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിലുള്ള അകലം. ഇത് പറയുന്നത് ജിജോയുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള ജിജി ജോൺസൺ ആണ്. റിജോയുടെ ഭാര്യ വിദേശത്ത് നഴ്സാണെന്നും അവർ പറയുന്നു. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോയാണ് നോക്കിയിരുന്നത്. മൂത്തയാൾ +1-ലും രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിലുമാണ്. അവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ റിജോ വീട്ടിലുണ്ടാവൂ. റിജോയുടെ അറസ്റ്റിന്റെ ഷോക്കിലാണ് കുട്ടികൾ. അയാളുടെ ഭാര്യ ഒരു പാവമാണെന്ന് പറയുന്നു. അവർ ഈ വിവരം അറിഞ്ഞ് ഗൾഫിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. റിജോയുടെ വീട്ടിൽ അയാളുടെ അമ്മയില്ല. അത്തരത്തിൽ വന്ന വാർത്ത തെറ്റാണ്. അമ്മ മേലൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പാണ്. ജോലിക്കാരിയായി ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ സംശയമുണ്ടായിരുന്നില്ല. അയാൾ അങ്ങനെ ഒരാളല്ലായിരുന്നു എന്നാണ് ജിജി പറഞ്ഞു വയ്ക്കുന്നത്. ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നത്. എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായാണ് റിജോ പെരുമാറിയത്. ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നിരിക്കാം. തലേ ദിവസവും ഞാൻ റിജോയെ കണ്ടിരുന്നു. അന്നും ചിരിച്ചൊക്കെ തന്നെയാണ് സംസാരിച്ചത്. ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് നാട്ടുകാര്യങ്ങളും റിജോ എന്നോട് സംസാരിക്കും. 3-4 തവണ ആ വീടിന് മുന്നിൽ കൂടി ഞാൻ ദിവസവും പോകുന്നതാണ്. കള്ളൻ ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് റിജോ കുടുംബയോഗത്തിൽ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണ്. വികാരി അച്ഛൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കള്ളൻ ഈ ഭാഗത്ത് കാണുമെന്നും പോലീസ് ഇവിടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, അവൻ ആ വഴി പോയിട്ടുണ്ടാകും. ഏതെങ്കിലും മതിലിനടിയിൽ അവൻ ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്നാണ് റിജോ പറഞ്ഞത്. 20ഓളം പേരാണ് കുടുംബയോഗത്തിൽ പങ്കെടുത്തത്.
ചായയും പഴംപൊരിയും സമൂസയും ഒക്കെ കഴിക്കാനായി റിജോ ഒരുക്കിയിരുന്നു. 2:30 തുടങ്ങിയ കുടുംബ സംഗമം വൈകിട്ട് 4:30 കഴിഞ്ഞത്. ആ സമയത്തൊക്കെ പോലീസ് പരിസരത്ത് കറങ്ങുന്നുണ്ട്. എൻ്റെ വീടിന്റെ മുൻവശത്തൊക്കെ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ഈ സ്കൂട്ടർ കിട്ടിയിരുന്നു. പക്ഷേ അത് റിജോയാണെന്ന് ആരും സംശയിക്കുന്നില്ല. പ്രദേശവാസികൾ ചോദിച്ചപ്പോൾ പോലീസ് വേറെ പല കാര്യങ്ങളുമാണ് പറഞ്ഞിരുന്നത്. റിജോയെ പറ്റി ഒരക്ഷരം പറഞ്ഞിരുന്നില്ല. പിടിക്കുമെന്ന് റിജോയും കരുതിയിരുന്നില്ല. 6 മണി കഴിഞ്ഞപ്പോഴാണ് പോലീസ് റിജോയുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. പിന്നീട് റിജോയോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കവർച്ച ചെയ്ത പണത്തിൽ നിന്നും 2,90,000 രൂപ ഒരാളുടെ കടം വീട്ടിയെന്ന് റിജോ മൊഴി നൽകിയിരുന്നു. ബാങ്ക് കൊള്ളയടിച്ച പ്രതി റിജോ ആരാണെന്ന് വാർത്തയിലൂടെ അറിഞ്ഞ ആ സുഹൃത്ത് പണം അത്രയും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. എന്നാൽ പോലീസ് അയാളെ തിരിച്ചയക്കുകയും ഇന്ന് തെളിവെടുപ്പിന്റെ ഭാഗമായി പ്രതിയുമായി എത്തി പണം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്ത തുകയിൽ വലിയൊരു ഭാഗം കെട്ടുപോലും പൊട്ടിക്കാത്ത അവസ്ഥയിൽ റിജോയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീട് നിർമ്മിച്ചതിന്റെ ബാധ്യത തീർക്കാനായിരുന്നു കവർച്ച നടത്തിയതെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് റിജോ. നന്നായി മദ്യപിക്കുന്ന ആളാണെന്ന പ്രതിയെന്ന് ആദ്യമേ വ്യക്തമായിരുന്നു. ഈ വഴിക്കുണ്ടായ ചിലവും മറ്റു ആർഭാടങ്ങളും ബാധ്യത വരുത്തിവെച്ചു. കവർച്ച നടത്തി മടങ്ങുന്നതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് മദ്യം വാങ്ങിയാണ് വീട്ടിലെത്തിയത്. ഈ കുപ്പിയും ഇത് വാങ്ങാൻ കടയിൽ നൽകിയ നോട്ടും തെളിവിന്റെ പ്രധാന ഭാഗമാകും. ഇവയെല്ലാം അടക്കം സുപ്രധാന തെളിവെല്ലാം ഈ ദിവസങ്ങളിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒരേ ഒരു പ്രതിയെന്നും ഉറപ്പിച്ച സാഹചര്യത്തിൽ കുറ്റപത്രം ഉടനടി സമർപ്പിക്കുമെന്നാണ് കരുതുന്നതും. നന്ദി.